നമസ്കാരം. ഈസി എക്സ്പോർട്സിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ബൈബിസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഈസി എക്സ്പോർട്സിൻ്റെ അസോസിയേറ്റഡ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസി ഫേമാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണോ? എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ്. അതുപോലെ ബിസിനസ് വളർത്തി കൊണ്ടുവരാൻ കഴിയുമോ? അത് പാടുപെടൂലേ എന്നാണ് സംശയം വരുന്നത്. ഞങ്ങൾ പറയുന്നു, ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ആൾക്കാർക്ക് മാത്രമല്ല, ബിസിനസ് ആർക്കും ചെയ്യാൻ പറ്റും. അതിന് കുറേ സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാം. ഈ ബിസിനസ്സിൽ ഓരോ സ്റ്റെപ്സിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഗോൾ സെറ്റിംഗ്. ആ ഗോൾ സെറ്റിംഗ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഗോൾ സെറ്റിംഗ് പറയുമ്പോൾ തന്നെ മാനേജ്മെൻറ്റ് ഗുരുവും ഓഥറുമായ പീറ്റർ ഡ്രക്കറിൻ്റെ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം എഫിഷ്യൻസിനെയും ഇഫക്റ്റീവ്നെസ്സിനെയും താരതമ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ, എഫിഷ്യൻസി ഈസ് ഡൂയിങ് ദ തിങ്സ് റൈറ്റ്, വേറാസ് ഇഫക്റ്റീവ്നെസ് ഈസ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ശരിയായ വണ്ണം ചെയ്യുക എന്നതാണ്. അതേസമയം എഫിഷ്യൻസിയോ ശരിയായ കാര്യം ചെയ്യുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു അക്കൗണ്ടൻറ്റ് എന്ന കരിയർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അയാൾ പൊറോട്ട ഉണ്ടാക്കുന്നതിൽ കുറേ എഫേർട്ട് എടുത്ത് അത് പഠിച്ചെടുത്ത് അതിൽ എക്സ്പെർട്ടീസ് നേടി അയാൾ കിച്ചൻ്റെ വാതിക്കൽ പോലും ചെല്ലുന്നില്ലെങ്കിൽ ആ പഠിച്ച സ്കില്ല് കൊണ്ട് അയാൾക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടായി? ഇതാണ് എഫിഷ്യൻസിയുടെ ഇഫക്റ്റീവ്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ ബിസിനസ് ഇതിൽ തന്നെ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിശയിലേക്ക് ബിസിനസ് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ ദിശയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എവിടെയോ കയറി നിങ്ങൾക്ക് കിട്ടുന്ന ബിസിനസ് ചെയ്തു പോയി അവസാനമാണ് മനസ്സിലാവുന്നത് ആ ഉദ്ദേശിച്ച ദിശയിലേക്കല്ല ബിസിനസ് പോയതെന്ന്. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗോൾ സെറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. ഈ ബിസിനസ്സുകാരൻ എപ്പോഴും ഈ ബിസിനസ് തുടങ്ങുമ്പോൾ അയാൾ ഒരു സ്വപ്നമായിട്ടായിരിക്കും, എനിക്ക് ഇങ്ങനെ ഒരു ഡ്രീം വേണം എന്ന് ചിന്തിച്ചായിരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഡെയിലി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചസ് ഉണ്ടാവും. എല്ലാവരും ജീവിതത്തിൽ ചലഞ്ചസ് ഉള്ളതുപോലെ ബിസിനസ്സിലും ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസിനെ നമ്മൾ ഡെയിലി മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ലക്ഷ്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു നോട്ടം അങ്ങോട്ടില്ലെങ്കിൽ, നമ്മളുടെ ആ ദൈനംദിന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫയർ ഫൈറ്റിങ്, ഈ ഡെയിലി ഉള്ള ചാലഞ്ചസിന് മീറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സംഭവിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4-5 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ 4 വർഷം മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു നിന്നേ, അവിടെ നിന്ന് കാര്യമായ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് കാണില്ല. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ആ ഗോളിലേക്ക് ഒരു സ്റ്റെപ്പ് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അവിടെയാണ് ഗോൾ സെറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. രണ്ടാമത് ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോൾ സെറ്റിംഗ് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇത് രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ബിസിനസ്സുകാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് തുടങ്ങട്ടെ, പച്ച പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഗോളൊക്കെ സെറ്റ് ചെയ്യുക, വലിയ ലെവലിലേക്ക് പോകാമെന്ന്. പക്ഷേ അവിടെയാണ് തെറ്റ് പറ്റുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയാൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് അറിഞ്ഞാലാണല്ലോ ഏത് ബസ്സാണ് നിങ്ങൾക്ക് പിടിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എതിർദിശയിലേക്കുള്ള ബസ് നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്തുമോ? ഇല്ല, എത്തൂല. എന്ന് മാത്രമല്ല, നിങ്ങൾ പോയ വഴി തെറ്റും, എത്തേണ്ട സ്ഥാനം ദൂരമാവും, നിങ്ങൾക്ക് സമയം ഒരുപാട് എടുക്കും. അപ്പോൾ അവിടെ തുടക്കം തന്നെ നമ്മൾ ലക്ഷ്യസ്ഥാനം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് അത്രയും അനിവാര്യമാണ്. ആ ഒരു ഗോൾ സെറ്റിങ്ങിനാണ് ഇന്ന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി ഈ ഗോൾ സെറ്റിംഗ് എങ്ങനെ ചെയ്യാം? അതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. സ്മാർട്ട് ഗോൾസ് എന്ന് പറയും. അതിൽ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു അക്രോണിമാണ്. അതിൽ എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്, എം എന്ന് പറഞ്ഞാൽ മെഷറബിൾ, എ എന്ന് പറഞ്ഞാൽ അച്ചീവബിൾ, ആർ എന്ന് പറഞ്ഞാൽ റിയൽ ടൈം, ആൻഡ് ടി എന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ട്. ഈ മാനദണ്ഡം പാലിക്കുക. ഇത് കൂടാതെ 1-2 കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗോൾ സെറ്റ് ചെയ്ത് നമ്മളുടെ ഓരോ ആക്ടിവിറ്റീസ് നമ്മളുടെ ഗോളിലേക്കാണ് നയിക്കണേ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ഗോൾ സെറ്റിങ്ങിൽ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. യു ക്യാൻ കോൾ us and we will be happy to help you out. Okay, thank you.